ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ AMD ടെക്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബ് ആനിമേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം സബ്സ്ക്രൈബ് ആനിമേഷൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാം സബ്സ്ക്രൈബ് ആനിമേഷൻ AMD ടെക്ന്ന്. അപ്പോൾ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അതിനായിട്ട് ആ മുകളിൽ കാണുന്ന ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എഡിറ്റിങ്ങിനായിട്ട് നമുക്ക് കൈൻമാസ്റ്റർ യൂസ് ചെയ്യാം. അപ്പോൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച സബ്സ്ക്രൈബ് ആനിമേഷൻ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി അത് ഡ്രാഗ് ചെയ്ത് ഫസ്റ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ലെയർ ക്ലിക്ക് ചെയ്ത് മീഡിയ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചാനലിൻ്റെ ലോഗോ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കത് ഫുൾ വീഡിയോൻ്റെ ലെങ്ത്തിലേക്ക് ആക്കണം, നമ്മുടെ ചാനലിൻ്റെ ലോഗോ. എന്നിട്ട് ആ ക്രോപ്പിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മാസ്ക് എനേബിൾ ചെയ്തിട്ട് ഷേപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സർക്കിൾ ആക്കുക. എന്നിട്ട് നമ്മുടെ ചാനലിൻ്റെ ലോഗോ കൃത്യമായിട്ട് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ആ വൈറ്റ് പാർട്ടിനുള്ളിൽ വരുന്ന പോലെ അത് വെച്ച് കൊടുക്കാം. ഇനി അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻ ആനിമേഷൻ എന്ന് കാണുന്നവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ലൈഡ് അപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി വീണ്ടും ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെയും ലെങ്ത് ഫുൾ വീഡിയോയിലേക്ക് ആക്കാം. ഇനി നമുക്ക് ആ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ബ്ലാക്ക് കളർ ചൂസ് ചെയ്യാം. ഇനി നമുക്ക് ആ എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഫോണ്ട് ചൂസ് ചെയ്യാം. എന്നിട്ട് ഇതും അഡ്ജസ്റ്റ് ചെയ്ത് ആ ലോഗോൻ്റെ സൈഡിലേക്കായി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെയും ഇൻ ആനിമേഷൻ സ്ലൈഡ് അപ്പ് ആക്കുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് പകുതി ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഔട്ട് ആനിമേഷൻ കൊടുക്കണം. അത് നമുക്ക് സ്ലൈഡ് ഡൗൺ എന്ന ഓപ്ഷൻ കൊടുക്കാം. എന്നിട്ട് ടിക്ക് കൊടുക്കുക. ടെക്സ്റ്റും അതേപോലെ തന്നെ ചെയ്യാം. സ്ലൈഡ് ഡൗൺ കൊടുത്തതിന് ശേഷം ടിക്ക് കൊടുക്കുക. ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സേവ് ചെയ്യാം. ഇനി നമുക്കിതെങ്ങനെ വേറെ വീഡിയോയിൽ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്രിയേറ്റ് ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ചൂസ് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ ലെങ്ത്ത് കുറച്ചുകൂടി കൂട്ടിയതിന് ശേഷം കുറച്ചൊന്ന് സൂം ചെയ്യുകയാണ്. എന്നിട്ട് ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ച ആ വീഡിയോ ചൂസ് ചെയ്യുക.
ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണാൻ കഴിയുക. എന്നിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ക്രോമാക്കി എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.